ഹലോ, നീറ്റ് എക്സാമിൽ കെമിസ്ട്രിയിൽ 45 ചോദ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. പലപ്പോഴും കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, സാർ എക്സാം ഹാളിൽ പോയി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു, പലതും മറന്നുപോയി, എളുപ്പമുള്ള ചോദ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ഒരു നെഗറ്റീവ് മാർക്കിംഗ് വന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഒന്ന്, മിനിമം ടൈം മാക്സിമം മാർക്ക്. എനിക്ക് ഫിസിക്സും ബയോളജിയൊക്കെ ചെയ്യാനുള്ളതാണ്. ഫിസിക്സ് ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം ടേക്കിംഗ് ചോദ്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ സമയക്കുറവുള്ളതുകൊണ്ട് പരമാവധി മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ. ചില സമയത്ത് അതുകൊണ്ട് ചില ചോദ്യങ്ങൾ വിടേണ്ടി വരും, കുഴപ്പമില്ല. ഇനി സ്മാർട്ട് വർക്ക്, നമ്മൾ പരമാവധി സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. എല്ലാ ഓപ്ഷനും പോയിട്ട് ഇങ്ങനെ അരിച്ചു വരയ്ക്കുക അങ്ങനെ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. സംടൈംസ് യു ഹാവ് ടു ഡു ദ സ്മാർട്ട് വർക്ക്. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ETD പാറ്റേണിലാണ്. ആദ്യമേ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ചെയ്യുക, ഈസി ടൈപ്പ്, ദെൻ ടൈം ടേക്കിംഗ്, ദെൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള പാറ്റേണിലായിരിക്കും, അല്ലെങ്കിൽ ആ ഓർഡറിലായിരിക്കും ഞാൻ എടുക്കുക. അടുത്തത്, ചില സമയത്ത് ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് വാങ്ങേണ്ടി വരും. ഇപ്പോൾ മാത്സ് ഫോളോവിങ്ങിലൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ഓപ്ഷൻ മാച്ച് ആക്കി നോക്കിയാൽ തന്നെ ആൻസർ കൺഫേം ആണെങ്കിൽ അത് മതി, നമുക്കവിടെ സമയം സേവ് ചെയ്യാമല്ലോ. ദെൻ എല്ലാ ഓപ്ഷനും എപ്പോഴും വെരിഫൈ ചെയ്യുക, കാരണം അത് പലപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ഞാൻ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, നമുക്ക് ചോദ്യങ്ങളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോക്കിയേ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് വേണ്ടത്. നൗ മൂവിങ് എഹെഡ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ വേണം. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് കമ്പൈൻ ടുഗദർ ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ വെയിറ്റ്. അപ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് എനിക്ക് വേണ്ടത്. കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ വെയിറ്റ്, ട്രൂ. എ കെമിക്കൽ കോമ്പൗണ്ട്, അപ്പോൾ 1 ട്രൂ ആണ്. 1 ട്രൂ ആണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം. 1 ട്രൂ ആണെന്ന് മനസ്സിലായാൽ 1 എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ വരണം. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, 1 എന്തായാലും വരണം. 2. A chemical compound has a fixed composition that depends on the method of preparation. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ എലമെൻറ്റുകളുടെയും കമ്പോസിഷൻ സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 ഫോൾസ് ആണ്. അപ്പോൾ 2 ഉണ്ടാകാൻ പാടില്ല. 2 ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതി. 2 ഇല്ലാത്ത ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ ചെയ്തേ വരുള്ളൂ. ഓപ്ഷൻ 3 മാത്രമേ വരുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇനി 3 വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ. യെസ്, ശരിയാണ്. സോ ദാറ്റ് ഈസ് ഡൺ. അടുത്ത ചോദ്യം, റെഡ് ലൈറ്റ് ഫ്രീക്വൻസി പറയുന്നുണ്ട് 4.6 × 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഞാൻ ഏത് ബ്രൈറ്റ്നസ് ഓഫ് എനി ബ്രൈറ്റ്നസ് മേ ഷൈൻ ഓൺ ദ പൊട്ടാസ്യം സർഫസ് ഫോർ അവേഴ്സ് ബട്ട് ഡസ് നോട്ട് ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺ. അതായത് റെഡ് ലൈറ്റ്, ഈ ഫ്രീക്വൻസിയുള്ള റെഡ് ലൈറ്റ് എത്ര നേരത്തേക്ക് വേണമെങ്കിലും എത്ര ബ്രൈറ്റ്നസ്സിൽ വേണമെങ്കിലും പൊട്ടാസ്യത്തിൻ്റെ സർഫസിൽ ഇട്ടാലും അവിടെ എനിക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇല്ല. ബട്ട് യെല്ലോ ലൈറ്റ് വിത്ത് ഫ്രീക്വൻസി 5.2 × 10⁻14 ഓഫ് ഈവൻ എ വെരി വീക്ക് ബ്രൈറ്റ്നസ് ഇജക്ട്സ് ഫോട്ടോ ഇലക്ട്രോൺ. യെല്ലോ ലൈറ്റ് ആണ്, ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഫോട്ടോ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ കറക്റ്റ് ഇൻകറക്റ്റ് 3 ഓപ്ഷനിൽ കറക്റ്റും ഒരു ഓപ്ഷനിൽ ഇൻകറക്റ്റുമാണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് പൊട്ടാസ്യം 5 × 10⁻14 ആണെന്ന് ഇരിക്കട്ടെ. 5 × 10⁻14 ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് പൊട്ടാസ്യം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കുറവ് കൊടുത്തു കഴിഞ്ഞാൽ ഇജക്ഷൻ ഉണ്ടാവില്ല. യെല്ലോ ലൈറ്റിന് ത്രഷോൾഡിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ഉണ്ട്, റെഡ് ലൈറ്റിന് കുറവാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ പോസിബിളി വിൽ ബി ഓപ്ഷൻ 3. അടുത്ത ചോദ്യം 48. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ടേബിൾ അനലൈസ് ചെയ്യാനുണ്ട്. ദിസ് ഈസ് ഗോയിങ് ടു ബി ലെങ്തി. സോ ഐ എം മാർക്കിംഗ് T. പിന്നീട് ചെയ്യാം, എന്തായാലും കിട്ടും, പക്ഷേ ടൈം ടേക്കിംഗ് ആയതുകൊണ്ട് അവിടെ വിടുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? എ പൈ ബോണ്ട് ഈസ് വീക്കർ ദൻ സിഗ്മ ബോണ്ട്, ട്രൂ. കറക്റ്റാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കാം. 1 ഇല്ലാത്തതിനെ എല്ലാത്തിനും ഒഴിവാക്കി. സിഗ്മ ബോണ്ട് ഹാസ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, ശരിയാണ്. സിഗ്മ ബോണ്ടിന് പുറമേ പൈ ബോണ്ട് വരുള്ളൂ, പക്ഷേ സിഗ്മ ബോണ്ടിന് സിഗ്മ ബോണ്ട് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയാണെങ്കിൽ തേർഡിൻ്റെ കാര്യം നോക്കിയാൽ മതി. പൈ ബോണ്ട് ഈസ് ഫോംഡ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് ദ ഓർബിറ്റൽ, ശരിയാണ്. സോ ദിസ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ 4 എന്തായാലും തെറ്റായിരിക്കണം, ഓപ്ഷൻ 3 വരുള്ളൂ. എന്നാലും നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. സിഗ്മ ബോണ്ട് ഹാസ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അറൗണ്ട് ഇന്റർന്യൂക്ലിയർ ആക്സിസ്, തെറ്റാണ്. സിഗ്മ ബോണ്ടിന് അതിൻ്റെ ആക്സിസിൽ, ഇന്റർന്യൂക്ലിയർ ആക്സിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ദിസ് ഇസ് ഫാൾസ്. സോ ദ റൈറ്റ് ആൻസർ ഹാസ് ടു ബി 3. ഓക്കെ, അടുത്തത്, ഇഫ് മെറ്റൽ എക്സ് ഹാസ് ആറ്റോമിക് മാസ് 30 ആൻഡ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി 60 ജൂൾ പെർ മോൾ പെർ കെൽവിൻ, യൂണിറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ദെൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് എ ടെമ്പറേച്ചർ ഓഫ് 60 gram ഓഫ് മെറ്റൽ ഫ്രം 35 to 65. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു MC ∆T എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറയുന്നത് 60 gram ആണ്. സിയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 60 ജൂൾ പെർ മോൾ എന്നാണ് തന്നിരിക്കുന്നത്.
പെർ ഗ്രാം ആക്കാൻ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോളാർ മാസ് 30 ആണ് തന്നിട്ടുണ്ട്. സോ 60 ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പോൾ ജൂൾ പെർ ഗ്രാം പെർ കെൽവിൻ എന്നുള്ള യൂണിറ്റിലേക്ക് വരും. സോ ദിസ് വിൽ ബി 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ ടി 65 മൈനസ് 35 30. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദിസ് വിൽ ബി 60 ഇൻറ്റു 60 3600. ഫൈനൽ ആൻസർ എല്ലാം ജൂളിലാണ്. കിലോ ജൂളിലേക്ക് നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3.6 കിലോ ജൂൾ. കഴിഞ്ഞു. അടുത്തത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഫോർ ദ റിയാക്ഷൻ 2SO2 plus O2 giving 2SO3. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ പ്രഷർ ഓഫ് SO3 സ്ക്വയർ ബൈ പ്രഷർ ഓഫ് SO2 സ്ക്വയർ ഇൻറ്റു പ്രഷർ ഓഫ് O2 എന്ന് വരും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 4 ആണ്. വാട്ട് വുഡ് ബി ദ പാർഷ്യൽ പ്രഷർ ഓഫ് O2 ഇഫ് ഇക്വിലിബ്രിയം എമൗണ്ട് ഓഫ് SO2 ആൻഡ് SO3 ആർ സെയിം? SO2 SO3 സെയിം ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറുകളും സെയിം ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ടേം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സോ 1 ബൈ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ത് വരും? 1/4 എന്ന് വരും. That is 0.25 atm and answer option will be 2 here. Moving on to question number 52. Match the following ആണ്. ലൈം വാട്ടർ, മിൽക്ക്, ടൊമാറ്റോ ജ്യൂസ്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaOH ഇത് pH ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaOH എന്ന് പറഞ്ഞാൽ എന്തായാലും pH വാല്യൂ 14 അടുത്ത വാല്യൂ ആയിരിക്കും. ക്ലോസസ്റ്റ് 14. ഇപ്പോൾ ക്ലോസസ്റ്റ് 14 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ D മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 2. D2ലേക്ക് മാർക്ക് ചെയ്യണം. D2ലേക്ക് മാർക്ക് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ബാക്കി 2 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം തൽക്കാലം. ഓക്കെ, ലൈം വാട്ടർ എന്താണ്? ലൈം വാട്ടറും ആൽക്കലൈൻ ആണ്. അപ്പോൾ അതും 7നേക്കാൾ മുകളിലുള്ള pH ആണ് വരേണ്ടത്. അപ്പോൾ A മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 3. എയിനെ 3ലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. എയിനെ 3ലേക്ക് മാർക്ക് ചെയ്യുന്ന 3 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മിൽക്ക് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ടും ടൊമാറ്റോ ജ്യൂസ് ഇതൊക്കെ എന്തായാലും അസിഡിക് ആണ് വരിക. അപ്പോൾ ഇവരെന്തായാലും അസിഡിറ്റി ലെസ് ദാൻ 7 ആയിരിക്കും വരേണ്ടത്. അപ്പോൾ ബിയും സിയും ലെസ് ദാൻ 7ലേക്ക് മാർക്ക് ചെയ്യണം. എയും ഡിയും ഗ്രേറ്റർ ദാൻ 7ലേക്ക് മാർക്ക് ചെയ്യണം. അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എ ഇസ് മാർക്ക് ടുവേർഡ്സ് 3. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എ മാർക്ക് ടുവേർഡ്സ് 3 ഓക്കെയാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകുമ്പോൾ എന്തായാലും ഇത് ഡി മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 2 ആണ്. അപ്പോൾ A3 D2 ഇവിടെ മാച്ചിങ് ആണ്. ഇവിടെയും A3 D2 മാച്ചിങ് ആണ്. 2ഉം 3 നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയതാണ്. ശരിയാണ്, കറക്റ്റാണ്. അപ്പോൾ ഇനി മിൽക്ക് അതുപോലെ തന്നെ ടൊമാറ്റോ ജ്യൂസ് നോക്കി. മിൽക്ക് ടൊമാറ്റോ ജ്യൂസ് നോക്കുന്ന സമയത്ത് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 7 അടുത്ത pH ആണ് വരിക. സോ ബി മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 1. ബീനെ 1ലേക്ക് മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1. ഇനി നമുക്ക് കൺഫർമേഷൻ ആയി. 53. നമ്പർ ഓഫ് മോൾസ് ഓഫ് പോയിസണസ് ഗ്യാസ് ആൻഡ് ഫോസ്ഫറസ് അക്കോർഡിംഗ് ടു ദ ബാലൻസ് റിഡോക്സ് റിയാക്ഷൻ. പോയിസണസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ PS3 ആണ്. പക്ഷേ ഇത് ബാലൻസ് ചെയ്യാൻ ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ ആണ്. ലീവ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റോങ് ടൈപ്പ് ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന ചോദ്യം. കറക്റ്റ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഇഫ് 2 liquids have sufficiently large difference in their boiling point. ആണോ? അല്ല, മിനിമം ഡിഫറൻസ് ആണെങ്കിലാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. സോ ദിസ് ഇസ് ഫോൾസ്. 1 എന്തായാലും തെറ്റാണ്. 1 തെറ്റാണെങ്കിൽ 1 ഉള്ള എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. ദാറ്റ് മീൻസ് ആൻസർ ഹാസ് ടു ബി 2. പരിപാടി കഴിഞ്ഞു. ബാക്കിയുള്ളതാണ് വെരിഫൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഓപ്ഷനും വെരിഫൈ ചെയ്യുന്നതാണ്. ഫ്രാക്ഷനേറ്റിംഗ് കോളം പ്രൊവൈഡ് മെനി സർഫസസ് ഫോർ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ അസെൻഡിംഗ് വേപ്പർ ആൻഡ് ഡിസെൻഡിംഗ് കണ്ടൻസ് ലിക്വിഡ്. ട്രൂ ആണ്. ഈച്ച് സക്സസീവ് കണ്ടൻസേഷൻ and vaporization unit in the fractionating column is called a theoretical plate. True ആണ്. Fractional distillation method is used to separate different fractions of crude oil. Example ആണ്. True ആണ് അല്ലേ? 4 എന്തായാലും ശരിയാണ്. ഇത് നമുക്കറിയാം. 4 എന്തായാലും ശരിയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓപ്ഷൻ 3 വരില്ല. അങ്ങനെയൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. 2 ആണ് റൈറ്റ്. 55ാമത്തെ ചോദ്യം IUPAC നെയിം ആണ്. നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പാരന്റ് ചെയിൻ. ഇത് പാരന്റ് ചെയിൻ. ഇത് മനസ്സിൽ കണ്ടാൽ മതി. എസ്റ്റർ ആണ് പാരന്റ് ചെയിൻ എങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് പാരന്റ് ചെയിൻ്റെ നമ്പറിങ് പോവുക. 1 2 3 ഇങ്ങോട്ടോ അല്ലെങ്കിൽ നേരെ 1 2 3 ഇങ്ങോട്ടോ ചെയ്യാം. രണ്ടും ഒരുപോലെ ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കും പാരന്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം ഉള്ളത്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പുകൾ ഇല്ലായിരുന്നെങ്കിൽ പേര് വരിക ഈത്തൈൽ പ്രൊപ്പനോയേറ്റ് എന്നാണ് പേര് വരേണ്ടത്. ഓക്കെ, ഈത്തൈൽ പ്രൊപ്പനോയേറ്റ്. എത്തനോയേറ്റ് എന്നല്ല പേര് എൻഡ് ചെയ്യേണ്ടത് പ്രൊപ്പനോയേറ്റ് എന്നായിരിക്കണം എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഒരു മീഥൈൽ, ഒരു നൈട്രോഫിനൈൽ ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 2 മീഥൈൽ 2 3 നൈട്രോഫിനൈൽ എന്ന് പറയുന്നത്. ഓക്കെ, 2 ഡൈമീഥൈൽ. 2 ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. 2 ഡൈമീഥൈൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ 2 ഡൈമീഥൈൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഓൺലി പോസിബിൾ ഓപ്ഷൻ ഈസ് 3. 56ാമത്തെ ചോദ്യം. 2 oxides of certain metal contain 30% and 32% oxygen respectively. Molecular formula of the first one is M2O3. Molecular formula of the second one. ഇത് എന്തായാലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. സോ ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ. ലീവ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. അടുത്ത ചോദ്യം. പൊസിഷൻ ഓഫ് an electron is measured with an accuracy of 0.003 nanometer. Minimum uncertainty in momentum. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി
വെലോസ് ഓക്കെ മിനിമം അൺസർട്ടൻ മൊമെൻറ്റം. അപ്പോൾ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെയാണെങ്കിലും നമ്മൾ ടൈം എടുക്കും. ഓക്കെ, സോ ലീവ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. ഒബ്സർവ് ദ ഫോളോവിങ് പീരിയോഡിക് ടേബിൾ വാലൻസീസ് ഓഫ് എലമെൻറ്റ് എക്സ്, വൈ ആൻഡ് സെഡ് റെസ്പെക്റ്റീവ്ലി. എക്സ് എന്ന് പറയുന്ന ആൽക്കലി മെറ്റൽ ആയതുകൊണ്ട് അതിൻ്റെ വാലൻസി 2 വരിക. ഓക്കെ, കാർബണിൻ്റെ വാലൻസി 4, അപ്പോൾ കാർബണിൻ്റെ അടിയിലുള്ള സെഡിൻ്റെ വാലൻസി 4 വരിക. നൈട്രജൻ വാലൻസി 3 അല്ലേ, കാർബൺ കഴിഞ്ഞ നൈട്രജൻ ആണ്. സോ ദിസ് ഇസ് 3. ഓക്കെ, ഇത് കാൽസ്യം ആണ് എലമെൻറ്റ്, ഇത് സിലിക്കൺ ആണ്, അതൊക്കെ മനസ്സിൽ വന്നാൽ മതി. അപ്പോൾ എക്സിൻ്റെത് 2, വൈൻ്റെത് 3, ഇത് 4. അപ്പോൾ 2, 3, 4 എന്നുള്ള ഓപ്ഷൻ നോക്കുക. 2, 3, 4 ആൻസർ ഓപ്ഷൻ 4. ഓക്കെ അല്ലേ. ആൻഡ് 59. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓവർലാപ്പ് ഡസ് നോട്ട് ലീഡ് ടു ദ ബോണ്ട് ഫോർമേഷൻ. നോക്കണേ, എപ്പോഴും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മുഴുവൻ വായിച്ചു നോക്കണം. ഡസ് നോട്ട് ലീഡ് ടു ദ ബോണ്ട് ഫോർമേഷൻ. ഡസ് നോട്ട് ലീഡ്, ഇത് നോക്കി, ഇത് പോസിറ്റീവ് സെഗ്മെൻറ്റും ഇങ്ങനെയാണ് ഓവർലാപ്പ് നടക്കേണ്ടത്. ഇത് ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, ഇങ്ങനെ വന്നാലേ ഓവർലാപ്പ് നടക്കുള്ളൂ അല്ലേ. സോ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ഷുഡ് ബി ഇൻട്രാക്ടിങ്, അതിനാണ് പോസിറ്റീവ് ഓവർലാപ്പ് എന്ന് പറയാം. ഇത് ഈ പി ഓർബിറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കാര്യമില്ല, ഇങ്ങനെ ഇരുന്നാലേ ഓവർലാപ്പ് നടക്കുള്ളൂ, ബോണ്ട് ഉണ്ടാവുള്ളൂ. സോ ഇത് ബോണ്ടിങ് ഉണ്ടാക്കില്ല, നോ ബോണ്ടിങ്. ഇവിടെ ബോണ്ടിങ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവും നെഗറ്റീവും ആണ്, ഇത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ് ഓവർലാപ്പാണ്, നെഗറ്റീവ് ഓവർലാപ്പിൽ ബോണ്ടില്ല. ഇവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഇൻട്രാക്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് മീൻസ് ഹിയർ ഓൾസോ നോ ബോണ്ടിങ്. അപ്പോൾ ബോണ്ടിങ് ഇല്ലാത്ത എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് ലീഡ് ടു ബോണ്ട് ഫോർമേഷൻ 1, 3 and 4. 2 ബോണ്ട് ഉണ്ട്, 2 ഉള്ള എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. ഓക്കെ, ഇനി 1, 3 and 4 ആണ് ശരി. ആൻസർ ഓപ്ഷൻ 1 ഈസ് റൈറ്റ്. 60. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇക്വേഷൻ ഫോർ സ്റ്റേറ്റിംഗ് ദ എൻതാൽപ്പി ഫോർമേഷൻ. എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് എനർജി ഇന്റർചേഞ്ച്ഡ് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. ഇവിടെ 1 mole അമോണിയ ഫോം ചെയ്തു, ഇവിടെ 2 mole, ഇവിടെ 4 mole, ഇവിടെ 1/2 mole. ഇതൊക്കെ ഒഴിവാക്കും. കാരണം ഡെഫിനിഷൻ പ്രകാരം 1 mole ഓഫ് അമോണിയ ഉണ്ടാകാൻ ആവശ്യമായ എനർജിയാണ്. സോ ആൻസർ ഓപ്ഷൻ ഈസ് 1. 61. Solubility of AgCl with solubility product 1.6 into 10⁻⁻10 in 0.1 molar NaCl solution. AgCl എന്ന് പറയുന്നത് ഇപ്പോൾ Ag പ്ലസും Cl മൈനസും ആയിട്ടാണ് ഉണ്ടാവുക. എസ് സൊലിബിലിറ്റി ആണെങ്കിൽ KSP എന്ന് പറയുന്നത് S² എന്ന് വരും. ഓക്കെ, ഈ സൊലിബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. ഇതിൻ്റെ വാല്യൂ ആണ് എത്ര? 1.6 into 10⁻⁻10. ഓക്കെ, 0.1 molar NaCl സൊല്യൂഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൊല്യൂബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ NaCl ഡിസോൾവ് ചെയ്ത് Na പ്ലസ് അയോണും Cl മൈനസ് അയോണും ഉണ്ടാവും. Cl മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ 0.1 molar ആണ്. എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെയും Cl മൈനസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ 0.1 എടുക്കണം. എസിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വളരെ ചെറിയ വാല്യൂസ് ആണ്. എല്ലാ വാല്യൂവും ചെറുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എസ് പ്ലസ് 0.1ൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0.1 ആയിരിക്കും. അപ്പോൾ Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അതാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന വാല്യൂ. Cl മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 0.1 എന്ന് എടുത്തു, ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻10. 0.1 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ അതാണ് എസ്, വിച്ച് വിൽ ബി 1.6 into 10⁻⁻9 എന്ന് വരും. സോ ദ ആൻസർ ഓപ്ഷൻ ഹാസ് ടു ബി 2. ഓക്കെ, അണ്ടർ 45 സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. 62. വെൻ എ കോപ്പർ സ്ട്രിപ്പ് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ്. നമുക്കറിയാം സിൽവറിന് കോപ്പറിനേക്കാൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അപ്പം കോപ്പർ സ്ട്രിപ്പ് സിൽവർ നൈട്രേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ എന്ത് ചെയ്യും, സിൽവർ നൈട്രേറ്റിന് Ag പ്ലസിനെ ഡിസ്പ്ലേസ് ചെയ്യും, എന്നിട്ട് Cu2+ അയോൺ ആകും, സിൽവർ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. ബാലൻസ് ചെയ്ത് എഴുതണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വായിച്ചിട്ട് നോക്കാം. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ മെൻഷൻ റിയാക്ഷൻ. ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. നോക്കി, ഇതൊക്കെ കറക്റ്റ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ്? കോപ്പർ ഗെറ്റ് റെഡ്യൂസ്ഡ് ആൻഡ് സിൽവർ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ആണോ? അല്ല. കോപ്പർ ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. കോപ്പറിന് ഓക്സിഡേഷൻ, സിൽവറിന് ഇവിടെ റിഡക്ഷനാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാ. അപ്പോൾ 1 ഉള്ള എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. 1 ഒഴിവാക്കി, ഓൾ ആർ കറക്റ്റ് ഒഴിവായി. കോപ്പർ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണോ? കോപ്പർ അണ്ടർഗോ ഓക്സിഡേഷൻ, അപ്പോൾ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് വരേണ്ടത്. ആക്ട് ആസ് റെഡ്യൂസിങ്, Ag പ്ലസ് ആയിരിക്കും ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. കോപ്പർ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് തെറ്റ്. അപ്പോൾ 2 ഉള്ള ഓപ്ഷനൊക്കെ ഒഴിവാക്കാം. അപ്പോൾ പിന്നെ ആകെ ബാക്കി ആരേ ഉള്ളൂ? തേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലി ഓപ്ഷൻ ലെഫ്റ്റ് ഈസ് തേർഡ് വൺ. യു ക്യാൻ സെലക്ട് ഇറ്റ്. സൊല്യൂഷൻ ഇൻ ദ ബീക്കർ ഡെവലപ്പ് ബ്ലൂ കളർ. ശരിയാണ്, കാരണം ഇവിടെ കോപ്പർ 2+ ആയതുകൊണ്ട് ബ്ലൂ കളർ ഉണ്ടാവും അല്ലേ. സോ കറക്റ്റ്, ഓപ്ഷൻ 3 ഈസ് റൈറ്റ്. 63ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഫോസ്ഫറസ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ആഫ്റ്റർ ഫ്യൂഷൻ വിത്ത് Na2O2 is extracted with water, boiled with HNO3 and then ammonium molybdate is added to it. A yellow precipitate is obtained.
ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫോസ്ഫറസിൻ്റെ ഡിറ്റക്ഷനിൽ ഒരു യെല്ലോ precipitate ഉണ്ടാവും. എന്താണത്? അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ആണ്. സോ ദ ആൻസർ ഓപ്ഷൻ ഈസ് ഡയറക്ട്ലി 2 ഹിയർ. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. റിയാക്ഷൻ. ഓക്കെ, ഇവിടെ കുറേ റിയാക്ഷനുകളും അതിൻ്റെ ഇൻ്റർമീഡിയറ്റുകളും കൊടുത്തിട്ടുണ്ട്. കാർബോകാറ്റയോൺ, ഫ്രീ റാഡിക്കലൊക്കെ ഇൻ്റർമീഡിയറ്റുകളാണ്. നോക്കാം. ഇവിടെ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്, ആദ്യം എൻ്റെ കണ്ണിപ്പെട്ട അതാണ്. ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആകുമ്പോൾ എന്തായാലും ഫ്രീ റാഡിക്കൽ ആയിരിക്കും. സി മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 4. സീനെ 4ലേക്ക് മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. സോ ആൻസർ ഓപ്ഷൻ ഓൺലി 1 ഈസ് റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ethylene glycol is used as an antifreeze in a cold climate. Mass of ethylene glycol which should be added to 4 kg of water to prevent from freezing at a -6 will be. KF വാല്യൂ തന്നിട്ടുണ്ട്. ഇത് ഓക്കെ മോളിക്കുലാർ മാസ്. അപ്പോൾ ഇതൊരു ലേശം ടൈം ടേക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം എടുക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ഇവിടെ ഞാൻ വെറുതെ ഒന്ന് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഡീൻ്റെ കേസ് 4, 1, 3, 2. അപ്പോൾ ഡീനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ ആൻസറായി. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ് ഞാൻ. ഡി എന്ന് പറഞ്ഞാൽ 1 mol ഓഫ് FeOനെ Fe2O3 ആക്കി മാറ്റി. FeO അയണിൻ്റെ ഓക്സിഡേഷൻ +2 ആണ്. Fe2O3യിൽ അയണിൻ്റെ ഓക്സിഡേഷൻ +3 ആണ്. അപ്പോൾ 1 mol അയണിനെ Fe2O3 ആക്കണമെങ്കിൽ +2ൽ നിന്ന് +3 ഓക്സിഡേഷനിലാക്കുക ചെയ്യുന്നത് അല്ലേ. 1 mol അയണിനെ +2ൽ നിന്ന് +3യിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ 1 ഫാരഡ് അല്ല വേണ്ടി വരിക. യെസ്. അപ്പോൾ ഡി മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 3. ഡീനെ 3യിലേക്ക് മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് തേർഡ് വൺ ആണ്. പരിപാടി കഴിഞ്ഞു. ഇനി വെരിഫിക്കേഷൻ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. MnO4 - to Mn2+. MnO4 മൈനസിനകത്ത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ +7, Mn2+നകത്ത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ +2. ചേഞ്ച് 5 ആണ്. അപ്പോൾ 5 ഫാരഡേ വേണ്ടി വരും. 1 mol ഇവിടെ എടുക്കുമ്പോൾ 5 ഫാരഡേ വേണ്ടി വരും. അപ്പോൾ 5 ഫാരഡേ എന്നുള്ള ഓപ്ഷനിലേക്ക് മാർക്ക് ചെയ്യാം. സോ ബി മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 4. ബീനെ 4ലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. സി 1.5 mol ഓഫ് കാൽസ്യം. കാൽസ്യത്തിനെ Ca2+ Ca മാറുന്നു 2 ഫാരഡേ. കാൽസ്യം ക്ലോറൈഡിൽ Ca2+ ആണ്. Ca മാറുമ്പോൾ 2 ഫാരഡേ ആണ് അവിടെ വേണ്ടി വരിക. ഇത് 1 മോളിന്. ഓക്കെ, 1 മോളിന് 2 ഫാരഡേ. 1.5 mol ആകുമ്പോൾ 2 × 1.5 ദാറ്റ് ഈസ് 3 mol. 3 ഫാരഡേ വേണ്ടി വരും. 3 ഫാരഡേ. അപ്പോൾ സീനെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് 4ലേക്കാണ്. സോറി, സീനെ മാർക്ക് ചെയ്യേണ്ടത് 1ലേക്കാണ്. C1. ഓക്കെ, എല്ലാം കൊണ്ട് ഓപ്ഷൻ തേർഡ് വൺ ആയിരിക്കും ശരി. അടുത്തത്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് നൈട്രസ് ആസിഡ് ഈസ് ഫൗണ്ട് ടു ബി 3 × 10⁻⁻⁴ in the measured time interval. Sum of rate of disappearance of Cr2O7 2- and appearance of Cr3+. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ആണ് തന്നിരിക്കുന്നത്. HNO2ൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. അപ്പോൾ -1/3 DHNO2. ഞാൻ ബ്രാക്കറ്റിൽ നിന്ന് എഴുതി സമയം കളയുന്നില്ല. /dt ഈസ് ഈക്വൽ ടു എനിക്ക് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് Cr2O7 ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ -1/1 dCr2O7/dt. ഓക്കെ, എനിക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കണം. അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി 1/3 ഓഫ് DHNO2/dt. ആ വാല്യൂ നമുക്കറിയാം 3 × 10⁻⁻⁴. ദാറ്റ് വിൽ ബി 1 × 10⁻⁻⁴. അപ്പോൾ dCr2O7 2- ഈസ് ഈക്വൽ ടു 1 × 10⁻⁻⁴. അതവിടെ ഇരിക്കട്ടെ. അടുത്തത് എനിക്ക് വേണ്ടത് അപ്പിയറൻസ് ഓഫ് Cr3+ ആണ്. അപ്പോൾ എഗെയിൻ എനിക്ക് തന്നിരിക്കുന്നത് ആരെ പറ്റിയാ? HNO2ൻ്റെ ഡാറ്റ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാം. -1/3 DHNO2/dt ഈസ് ഈക്വൽ ടു Cr3+ൻ്റെ 1/2 dCr3+/dt. ഓക്കെ, ഈ 2നെ ഞാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ 2/3 ഓഫ് DHNO2/dtൻ്റെ വാല്യൂ 3 × 10⁻⁻⁴ ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് 2 × 10⁻⁻⁴ എന്ന് വരും. എന്നോട് പറയുന്നത് ഈ 2 വാല്യൂ കൂടെ ആഡ് ചെയ്യാണ്. ദാറ്റ് വിൽ ബി 3 × 10⁻⁻⁴. ആൻസർ ഓപ്ഷൻ 2 ഈസ് റൈറ്റ്. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 68. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ലാന്തനോഡ് ഇൻ ദർ ആറ്റമിക് സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് ഷോ. ലാന്തനോഡുകളുടെ കോൺഫിഗറേഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് F2 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ എവിടെ ഉണ്ടാവില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് 2. 69. IUPAC നെയിം ഓഫ് നോക്കിയേ. ഇതൊരു ആനിയോണിക് കോംപ്ലക്സ്. അപ്പോൾ ആദ്യം പൊട്ടാസ്യം എന്ന് എഴുതണം. ബാക്കിയുള്ളത് ആനിയോണിക് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ഗ്രൂപ്പ് ആനിയോൺ ആണ്. അപ്പോൾ കോംപ്ലക്സിൻ്റെ പേര് എങ്ങനെയാണ് എൻഡ് ചെയ്യേണ്ടത്? ക്രോമേറ്റ് എന്നാണ് എൻഡ് ചെയ്യേണ്ടത്. ക്രോമേറ്റ്. ക്രോമിയം ക്രോമാറ്റിക് ഇതൊക്കെ ഒഴിവാക്കിക്കോ. ആൻസർ ഇതേ വരുള്ളൂ. ഓൺലി ഓപ്ഷൻ 1 ഈസ് റൈറ്റ്. 70. Which of the following statements are correct for electrophilic aromatic substitution reaction of haloarine? അതായത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു ക്ലോറിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഹാലജൻ വിഡ്രോ ഇലക്ട്രോൺ ത്രൂ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് റിലീസ് ഇലക്ട്രോൺ ത്രൂ റെസൊണൻസ്. ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് -I എഫക്റ്റ് കാണിക്കും. അതേസമയം ക്ലോറിൻ്റെ മുകളിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ആ ലോൺ പെയർ എന്ത് ചെയ്യും? റെസൊണൻസിന് പോവുകയും ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിനെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വഴി വലിക്കുന്നു. റിലീസസ് ഇലക്ട്രോൺ ത്രൂ റെസൊണൻസ് ട്രൂ. ഓക്കെ,
നമുക്ക് വേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ എ എന്തായാലും ശരിയാണ്. എ ശരിയല്ല എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. സോ ബി ആൻഡ് സി, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ത്രൂ ഇൻഡക്റ്റീവ് എഫക്ട് ഹാലജൻ ഡീസ്റ്റെബിലൈസസ് ഇന്റർമീഡിയറ്റ്. നമുക്കറിയാം ഇലക്ട്രോണിനെ വലിക്കുന്ന സമയത്ത്, ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴാണ് സ്റ്റെബിലൈസ് ചെയ്യുക. അരീനിയം അയോണിനെ ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നു. സോ ത്രൂ ഇൻഡക്റ്റീവ് എഫക്ട് ഹാലജൻ ഡീസ്റ്റെബിലൈസസ് ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആൻഡ് സ്റ്റെബിലൈസസ് ത്രൂ റെസൊണൻസ്. ട്രൂ, ദിസ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ എയും ബിയും ട്രൂ ആണ്. അപ്പോൾ ബി ട്രൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ ബി ഇല്ല, അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ഒഴിവാക്കാം. റിയാക്ടിവിറ്റി ഈസ് കൺട്രോൾഡ് ബൈ റെസൊണൻസ് ആൻഡ് ഓറിയന്റേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ഇൻഡക്റ്റീവ് എഫക്ട്. റിയാക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന മൈനസ് ഐ എഫക്റ്റാണ്. മൈനസ് ഐ എഫക്ട് ഈസ് ഡോമിനന്റ് ദാൻ പ്ലസ് ആർ. റെസൊണൻസിനേക്കാൾ ഡോമിനന്റ് ആരാ? മൈനസ് ഐ ആ. അപ്പോൾ റിയാക്ടിവിറ്റി കൺട്രോൾഡ് ബൈ റെസൊണൻസ് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ദിസ് ഇസ് ഫോൾസ്. അപ്പോൾ എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. സി ഉള്ള ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഏതേ വരുള്ളൂ? 2 is the only possible right answer. 71. റിലേറ്റീവ് റേറ്റ് ഓഫ് ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ടു കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ആണ്. എല്ലാത്തിലെയും കാർബോകാറ്റയോൺ വരച്ച് നോക്കാം. ഇവിടെ കാർബോകാറ്റയോൺ, OH പോയി കാർബോകാറ്റയോൺ, OH പോയി കാർബോകാറ്റയോൺ, OH പോയി കാർബോകാറ്റയോൺ, OH പോയി കാർബോകാറ്റയോൺ. ദിസ് ഈസ് എ സെക്കൻഡറി വൺ, ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് ടെർഷറി. ഏറ്റവും റിയാക്റ്റീവ് ടെർഷറി കാർബോകാറ്റയോൺ ഉള്ള ആളായിരിക്കും. അപ്പോൾ 1 ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ തെറ്റാ. 3 ആണ് ഹയസ്റ്റ്. പിന്നെ ഉള്ളത് സെക്കൻഡറി ആയിരിക്കും. അതിനുശേഷം മാത്രമേ പ്രൈമറി വരുള്ളൂ. 3 കഴിഞ്ഞാൽ 1 വരണം. 3 കഴിഞ്ഞാൽ 4 വരാൻ പാടില്ല. 3 കഴിഞ്ഞാൽ 1 ആണ്. ഓപ്ഷൻ 1 ഈസ് ഓൺലി പോസിബിൾ റൈറ്റ് ആൻസർ. 72. കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫിനൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് വിത്ത് ഫോളോവിംഗ് കോമ്പൗണ്ട്. ഇതെല്ലാം ആൽഡിഹൈഡ് കീറ്റോണുകളാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനെ പറ്റി പറയുന്നു. ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നോക്കുമ്പോൾ ഏറ്റവും റിയാക്റ്റീവ് ആൽഡിഹൈഡ് ആണ്. 2 വിൽ ബി ദ മോസ്റ്റ് റിയാക്റ്റീവ്. ഇത് ആൽഡിഹൈഡ് ആണ്, ഇത് കീറ്റോൺ ആണ്, ഇത് കീറ്റോൺ ആണ്. അപ്പോൾ ആൽഡിഹൈഡ് ആണ് ഏറ്റവും റിയാക്റ്റീവ്. അപ്പോൾ 1 അല്ല, 3 അല്ല, 1 അല്ല. ഓപ്ഷൻ 3 ഈസ് ഓൺലി പോസിബിൾ റൈറ്റ് ആൻസർ. ആൽഡിഹൈഡ് റിയാക്റ്റീവ് ആണ്, പിന്നെയാണ് കീറ്റോൺ വരിക. അരോമാറ്റിക് കീറ്റോൺ അതിനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആണ്. 73. ഓക്കെ. അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി സെക്കൻഡറി റിയാക്ട് വിത്ത് ആസിഡ് ക്ലോറൈഡ് അൺഹൈഡ്രേറ്റ്. ഇൻ ദിസ് റിയാക്ഷൻ റീപ്ലേസ്മെന്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ റിയാക്ഷൻ എഴുതി നോക്കേണ്ട കേസാണ്. സോ ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ, ലീവ് ഇറ്റ്. അടുത്ത ചോദ്യം. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് വൈറ്റമിൻ. Vitamins are the organic compound that require in small amount in diet, but their deficiency causes specific disease. True. അപ്പോൾ 1 ട്രൂ ആണ്. ഓക്കെ, 1 ട്രൂ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഇൻകറക്റ്റ് ആണല്ലേ? സോറി, നമ്മളോട് ചോദിക്കുന്നത് ഇൻകറക്റ്റാണ്. അപ്പോൾ 1 ഇൻകറക്റ്റ് ആണെന്നുള്ള എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. 1 ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. വൈറ്റമിൻ cannot be synthesized by plant, but our body can only synthesize. പ്ലാന്റിന് വൈറ്റമിൻ ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻ ഉണ്ടാക്കാമെന്നാണ്. തെറ്റ്. നമ്മൾ ഫുഡിൽ കൂടെയാണ് വൈറ്റമിൻ എടുക്കുന്നത്, അല്ലാതെ നമ്മുടെ ബോഡിക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല. ഓൺലി ബോഡി ക്യാൻ സിന്തസൈസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ദിസ് ഇസ് ഫോൾസ്. അവർ ബോഡി ക്യാൻ ഓൺലി സിന്തസൈസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ 2 എന്തായാലും ഫോൾസ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തായാലും 2 വരണം. 2 എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ ഒഴിവാക്കാം. ഓപ്ഷൻ 2 ഈസ് ദ ഓൺലി പോസിബിൾ റൈറ്റ് ആൻസർ. അപ്പം അല്ലേ? ഇനി ബാക്കിയുള്ള ഓപ്ഷൻ വേണം വെരിഫൈ ചെയ്യാം. സം ഓഫ് ദ വൈറ്റമിൻസ് ആർ പ്രൊഡ്യൂസ് ബൈ ബാക്ടീരിയൻ ഗട്ട്. ഓക്കെ, വൈറ്റമിൻസ് ആർ നെസസറി ടു പെർഫോം ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഫോർ നോർമൽ മെയിൻ്റനൻസ് ആൻഡ് ഒപ്റ്റിമം ഗ്രോത്ത്. ഇതൊക്കെ ശരിയാണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ട്രൂ. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് ലിക്വിഡ്. നമുക്കറിയാം ഡെൽറ്റ TF = KF ഇൻറ്റു മൊളാലിറ്റി എന്നുള്ളതാണ് ഇക്വേഷൻ. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? KF എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റിയുടെ വാല്യൂ 1 ആയാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണോ അതാണ് KF അല്ലേ? ഡെഫിനിഷൻ അതാ. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് ലിക്വിഡ് ഇസ് എ ഡിക്രീസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ 1 gram ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. 1 gram of solute per kilogram of solvent ആണോ മൊളാലിറ്റി? അല്ല. is a decrease in the freezing point when 1 mole of solute is dissolved per kilogram. അപ്പോൾ ഇത് 1 mole of solute per kilogram എന്ന് പറഞ്ഞാൽ ബേസിക്കലി 1 മോളാൽ. മൊളാലിറ്റി 1 ആയാൽ ഉള്ള ഡിപ്രഷൻ ആണ് KF. യെസ്, ഓപ്ഷൻ 2 is right. 76ാമത്തെ ചോദ്യം നോക്കാം. Current of 2 ampere was passed for 1 hour through a solution of copper sulfate. 0.237 gram of copper 2+ ion was discharged at cathode. The current deficiency is. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ചോദ്യമാണെന്ന് വേണമെങ്കിൽ തോന്നാം. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. X ഈസ് എ റിയാക്ഷൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് Y ഈസ് എ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ X എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. നമ്മൾ സാധാരണ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ പവർ എന്ന് എഴുതുക അല്ലേ? എക്സിനെയാണ് റേറ്റ് എന്ന് വിളിക്കുക, വൈനെയാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. X is a speed at which reactant change to product while Y is proportionality constant. ശരിയാണ്, റേറ്റ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ദിസ് ഇസ് ട്രൂ. നമുക്ക് എന്താ വേണ്ടേ?
കറക്റ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വേണ്ടത്. ഇപ്പോൾ 1 എന്തായാലും കറക്റ്റാണ്, 1 ഇല്ലാത്ത ഓപ്ഷനൊക്കെ ഒഴിവാക്കാം. ഓക്കെ, ഇനി 2 എക്സ് ആൻഡ് വൈ ഹാവ് സെയിം യൂണിറ്റ്സ് ആണോ? അല്ല, റേറ്റിൻ്റെ യൂണിറ്റ്, എക്സിൻ്റെ യൂണിറ്റ് വരിക മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്നും വൈൻ്റെ യൂണിറ്റ് വരിക മോൾ പവർ 1 - n ലിറ്റർ പവർ n-1 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇത് ഫോൾസാണ്. 2 എന്തായാലും ഫോൾസാണ്. അപ്പോൾ 2 ഉള്ള എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. 2 ഇവിടെ ഉണ്ട്, 2 ഒഴിവാക്കി. അപ്പോൾ ഓൺലി പോസിബിൾ ആൻസർ ഓപ്ഷൻ ഈസ് 4th one. ഓക്കെ, ബോത്ത് എക്സ് ആൻഡ് വൈ ഡിപ്പെൻസ് ഓൺ ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ്റ്. തെറ്റ്. ചിലപ്പോൾ 0 ഓർഡർ റിയാക്ഷൻ വരും, അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നിർബന്ധമാവണമെന്നില്ല. സോ ദിസ് ഇസ് ഫോൾസ്. എക്സ് ഈക്വൽ ടു വൈ വെൻ ഓൾ ദ കോൺസെൻട്രേഷൻ ബിക്കം യൂണിറ്റി. കോൺസെൻട്രേഷൻസ് എല്ലാം 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആണ്. യെസ്, ദിസ് ഇസ് ട്രൂ. അപ്പോൾ നമുക്ക് വെരിഫിക്കേഷനായി ആൻസർ ഓപ്ഷൻ 4 വരുള്ളൂ. 78 MnO4 oxidizes. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ റേഷ്യോ ഓഫ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ബാലൻസ്ഡ് ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. 79 ചൂസ് എ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് CO2O4 thrice 3-. അപ്പോൾ ട്രൈ ഓക്സലേറ്റ് ഓഫ് കൊബാൾട്ട് 3- അത് സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഇപ്പോൾ ഓക്സിഡൈസ് പെട്ടെന്ന് കിട്ടും, ഹൈബ്രിഡൈസേഷൻ, മാഗ്നറ്റിക് മൊമെൻറ്റ്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, 3 5 മെമ്പേർട്ടിങ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വരച്ച് നോക്കാനുണ്ട്, സ്ട്രക്ചറൊക്കെ വരച്ച് നോക്കാനുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ. 80 നോക്കിയാൽ ക്ലോറോഫോം ഓക്സിജനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എക്സ്. നമുക്ക് COCl2 കിട്ടുന്നത് ഫോസ്ജീനാണ്. ഫോസ്ജീൻ ഉണ്ടാകുന്നത് ഈ എക്സ് എന്താണെന്നാണ് ചോദ്യം. എക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് എയർ ആണ്. ലൈറ്റിൻ്റെയും എയറിൻ്റെ പ്രസൻസിലാണ് ക്ലോറോഫോം ഫോസ്ജീനായി മാറുന്നത്. 81 തൈനൈൽ ക്ലോറൈഡ് ആൻഡ് പിരിഡിൻ. തൈനൈൽ ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു ആൽക്കഹോൾ ഗ്രൂപ്പിനെ കറസ്പോണ്ടിങ് ഹലൈഡാക്കി മാറ്റാൻ. അപ്പോൾ ഇവിടുത്തെ ഈ OH പോയിട്ട് അവിടെ ആര് വരും? ക്ലോറിൻ വരും. വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. ഇവിടെ ക്ലോറിൻ വരില്ല. ദിസ് ആർ ഓൾ റോങ്. ഇവിടെ ക്ലോറിൻ വരില്ല. ദ ഓൺലി പോസിബിൾ ഓപ്ഷൻ ഈസ് 1. 82 അപ്രോപ്രിയേറ്റ് റിയേജൻ ഫോർ ദ കൺവേർഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ഇവിടെ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പിനെ ഹൈഡ്രോ കാർബൺ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ക്ലെമൻസൺ ആണ്, അല്ലെങ്കിൽ വോൾഫ് കിഷ്ണർ ആണ്. വേറെ ഒന്നും വരാൻ പറ്റില്ല. സോ യു ക്യാൻ എലിമിനേറ്റ് ദീസ് 2. ഇനി ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കഹോൾ ഗ്രൂപ്പ് ആസിഡ് സെൻസിറ്റീവ് ആണ്. അതായത് ആസിഡ് മീഡിയത്തിൽ ഇത് പ്രശ്നമാണ്. ആസിഡ് മീഡിയം യൂസ് ചെയ്യാൻ പറ്റില്ല, ആസിഡ് സെൻസിറ്റീവാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി പോസിബിൾ ഓപ്ഷൻ ഈസ് 2. 83ാമത്തെ ചോദ്യം, ദ അൺഎക്സ്പെക്റ്റഡ്ലി. ഇത് നോക്കി, അനിലിൻ്റെ നൈട്രേഷൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം പാരാ, മെറ്റ, ഓർത്തോ 47% മെറ്റ ഉണ്ടാവുന്നൊക്കെ നമുക്കറിയാം. അൺഎക്സ്പെക്റ്റഡ്ലി ഹൈ ഈൽഡ് ഓഫ് ദ മെറ്റ പ്രൊഡക്റ്റ് ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ്? ഇതൊരു ആസിഡ് മിക്സറാണ്. NH2 ആയിട്ട് ഈ ആസിഡ് മിക്സർ റിയാക്ട് ചെയ്യുന്ന സമയത്ത് NH2 ഒരു H+ അയോണിയും കൂടെ വാങ്ങി NH3+ ആയി മാറും, അനിലിനിയം അയോൺ. ഈ അനിലിനിയം അയോൺ മെറ്റാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ടാണ് മെറ്റാ പ്രൊഡക്റ്റ് വരുന്നത്. പറയുന്ന ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 1 ഓക്കെ. 2 മെറ്റാ ലൊക്കേഷൻ ഹാവ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി. തെറ്റ്. മെറ്റയിൽ ലെസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവുക. ഓർത്തോ ലൊക്കേഷൻസ് ആർ അൺസ്റ്റേബിൾ. അതൊന്നുമല്ല. സോ ദീസ് ആർ ഓൾ റോങ്. സോ ദ ആൻസർ ഓപ്ഷൻ ഈസ് 1. 84ാമത്തെ ചോദ്യം, വൈറ്റമിൻ C മസ്റ്റ് ബി സപ്ലൈഡ് റെഗുലർലി ഇൻ ഡയറ്റ് ബിക്കോസ്. നമുക്കറിയാം ADEK ഫാറ്റ് സൊല്യൂബിളും BC ഗ്രൂപ്പിലുള്ള ഒരു വാട്ടർ സൊല്യൂബിളും. നമ്മൾ റെഗുലർലി ഡയറ്റ് കൂടെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? ഈ വൈറ്റമിൻ C നമ്മുടെ ബോഡിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പോലും ഇത് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ആയി പോകും അല്ലേ? അപ്പോൾ ബോഡിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വാട്ടർ സൊല്യൂബിൾ, ഹെൻസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആൻഡ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ ബോഡി. ദിസ് ഇസ് ഓക്കെ. ബാക്കിയുള്ള ഓപ്ഷൻ വെരിഫൈ ചെയ്യാം. ഫാറ്റ് സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റി. അതല്ല, സ്മോൾ എമൗണ്ട് മതി. എല്ലാ വൈറ്റമിനും സ്മോൾ എമൗണ്ട് ആണ്. ഇറ്റ് ഈസ് വാട്ടർ ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. വാട്ടർ സൊല്യൂബിൾ ആണ്. സോ ഓൺലി പോസിബിൾ ഓപ്ഷൻ ഈസ് 1. 85 പൂജ ഹാർട്ട് ടേക്കൺ എ വെസൽ. അപ്പോൾ കഥയാണ്. പൂജ ഹാർട്ട് ടേക്കൺ എ വെസൽ ഫോർ റിയാക്ഷൻ ടു ഫോം SO3. എന്തൊക്കെ വലിയ റിയാക്ഷൻ പറയുന്നുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്തിരി സമയം എടുക്കും തോന്നുന്നു. സോ ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളം 1 മോളിക്യൂളും കോളം 2 അതിൻ്റെ പേരും കൊടുത്തേക്കുന്നു തോന്നുന്നു. അപ്പോൾ ഒന്നാമത്തെ മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി മൾട്ടിപ്പിൾ ബോണ്ടിനാണ്. റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 മൾട്ടിപ്പിൾ ബോണ്ട്. ഇവിടെ 1 2 കിട്ടും. സോ ഇതാണ് കറക്റ്റായിട്ടുള്ള നമ്പറിങ്. 1 2 3 4 5. അപ്പോൾ 4 ബ്രോമോ പെൻഡ് 2E എന്ന് വരണം. അപ്പോൾ A മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 1. Aനെ 1ലേക്ക് മാർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ. ഇനി രണ്ടാമത്തെ വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാം. B2 ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. നോക്കിക്കേ, ഇവിടെ 1 2 മൾട്ടിപ്പിൾ ബോണ്ടിനല്ലേ പ്രയോറിറ്റി. 1 2 3 4 5. അപ്പോൾ 4 ബ്രോമോ 3 മീഥൈൽ പെൻഡ് 2E. അപ്പോൾ ഇതാണ് ശരി, കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിന്തറ്റിക് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് 15 വിറ്റ്സ് എ വെരി ഷോർട്ട് ഹാഫ് ലൈഫ്. അതായത് ഗ്രൂപ്പ് 15 ഏറ്റവും അടിയിലുള്ള എലമെൻറ്റ് അതാണല്ലോ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. ഗ്രൂപ്പ് 15 ഏറ്റവും അടിയിലുള്ള എലമെൻറ്റ് ആരാ? മോസ്കോവിയോ ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. 88
ആരൊക്കെയാണ് ഇവിടുത്തെ ഓക്സൈഡുകളുടെ ക്യാരക്ടർ? ഗ്രൂപ്പ് 14 ഓക്സൈഡുകളുടെ ക്യാരക്ടർ. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണേ. കാർബൺ മോണോക്സൈഡ് ന്യൂട്രലാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അസിഡിക് എന്ന് പറഞ്ഞാൽ തെറ്റാ. നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡുകളുടെ എണ്ണം 2-3 ഉള്ളൂ. NO, N2O, CO. ഇതാണ് ന്യൂട്രൽ ഓക്സൈഡ്. അപ്പോൾ CO ന്യൂട്രൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അസിഡിക് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ന്യൂട്രൽ ആണ് CO. SNO, SNO2 ഒക്കെ ആംഫോട്രിക്ക. നോക്കാം. CO ന്യൂട്രൽ. CO2 അസിഡിക്കാ. അതെനിക്ക് എന്തായാലും അറിയാം. കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വെള്ളം അതാണ് സോഡ വാട്ടർ, അസിഡിക്കാണ്. CO2 ഇസ് അസിഡിക്. അപ്പോൾ CO2 അസിഡിക് ആണെങ്കിൽ CO2 അസിഡിക് ആണ് ഇവിടെ. ഓക്കെ. പിന്നെ GeO അസിഡിക് ആണ്. ദിസ് ഇസ് റോങ്. CO2 അസിഡിക്, CO2 ന്യൂട്രൽ മാർക്ക് ചെയ്താൽ തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 വരുള്ളൂ. ഓപ്ഷൻ എലിമിനേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ജർമ്മേനിയം ഡൈ ഓക്സൈഡ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം അസിഡിക്കാണ്. CO മാത്രമാണ് ന്യൂട്രൽ ആയിട്ടുള്ളത്. ഇവർ 3 നമുക്കറിയാവുന്ന ന്യൂട്രൽ ഓക്സൈഡുകളുള്ളൂ. സോ ഓപ്ഷൻ 3 ഇസ് റൈറ്റ്. 89 അസഷൻ റീസൺ ടൈപ്പ് ചോദ്യം. അസറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ആസിഡാണ്. ആൻഡ് NaOH ഇസ് എ സ്ട്രോങ് ബേസ്. ഇത് രണ്ടും കൂടെ ന്യൂട്രലൈസ് ചെയ്താൽ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ന്യൂട്രലൈസ് ചെയ്താൽ 57.3 കിലോ ജൂൾ എനർജി പുറത്തേക്ക് വരും. പക്ഷേ ഒരാൾ വീക്ക് ആയതുകൊണ്ട് റിലീസ് ചെയ്യുന്ന എനർജി കുറവായിരിക്കും. ഇറ്റ് ഇസ് ലെസ് ദാൻ 57.3. ട്രൂ. റീസൺ: ഡ്യൂറിംഗ് ദ ന്യൂട്രലൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് NaOH എ പാർട്ട് ഓഫ് ദ എനർജി ഇസ് റിലീസ്ഡ് യൂട്ടിലൈസ്ഡ് ഫോർ ദ അയണൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ്. അപ്പോൾ ഈ കാണുന്ന വീക്ക് ആസിഡിനെ അയണൈസ് ചെയ്യാൻ റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് 57.3 ഇല്ലാണ്ട് പോയത്. അതിനേക്കാൾ കുറഞ്ഞു പോയത് ഒരു കമ്പൗണ്ട് വീക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ പെർഫെക്റ്റ്ലി കറക്റ്റാണ്. ആൻസർ ഓപ്ഷൻ 1 വരുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 90. ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് സോഡിയം സിട്രേറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് റിയേജൻറ്റുകളും അതുപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ കോമ്പൗണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് സോഡിയം സിട്രേറ്റ് നമ്മുടെ ഫെലിങ്സിൻ്റെ പാറ്റാണ്. ഫെലിങ്സ് അല്ലേ? ഇപ്പോൾ ഫെലിങ്സ് ആണ് എങ്കിൽ നമുക്ക് ആൽഡിഹൈഡിനാണ്. എനെ 3 വേണം മാർക്ക് ചെയ്യാൻ. A മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 3, 2 അല്ല 4 അല്ല. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീനോളിനുള്ള ടെസ്റ്റാണ്. B മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 4. ബീനെ 4 മാർക്ക് ചെയ്യണം. അപ്പോൾ A3, B4. ഓക്കെ. അപ്പോൾ 1 അല്ലെങ്കിൽ 4 ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ വരിക. സിയും കൂടെ നോക്കുമ്പോഴത്തെ ആൻസർ ആവും. ആൽക്കലൈൻ ക്ലോറോഫോം ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ളത് 3ഉം 4 ഒഴികെ ബാക്കി ഇവരെ 2 മാത്രമേ ഉള്ളൂ. ആൽക്കലൈൻ ക്ലോറോഫോം ഉപയോഗിച്ച് നമുക്ക് ഇയാളെ ടെസ്റ്റ് ചെയ്യാം. കാരണം ഇത് പ്രൈമറി അമൈൻ അല്ലേ? പ്രൈമറി അമൈൻ. അപ്പോൾ ഇത് കാർബൈലമൈൻ ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. കാർബൈലമൈൻ. അപ്പോൾ C മസ്റ്റ് ബി മാർക്ക് ടുവേർഡ്സ് 2. സീനെ 2 മാർക്ക് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ 4 വരുള്ളൂ. ഇതോടുകൂടെ നമ്മുടെ റൗണ്ട് 1 തീർന്നു. ഇപ്പോൾ ഈസി ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സമാധാനത്തോടെ ഒരു ട്രഷർ ഹണ്ട് ഫീലിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫിക്കൽട്ട് ആൻഡ് ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് ടൈം ടേക്കിംഗ് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ T എന്ന് മാർക്ക് ചെയ്ത ചോദ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നോക്കിയേ. ഫസ്റ്റ് അയണേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണേഷൻ എന്താൽപ്പി ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് 5 എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5. വേണ്ടത് ഇതാണ്. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റലും ലീസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റലുമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഞാനിവിടെ വെറുതെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇവർക്കൊക്കെ അയണേഷൻ എന്താൽപ്പി കൂടുതലാണ്, ഇവർക്ക് അയണേഷൻ എന്താൽപ്പി റിലേറ്റീവ്ലി കുറവാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇവർക്കൊക്കെ നെഗറ്റീവ്, ഇയാൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ്. നോക്കട്ടെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ് ആണെങ്കിൽ അതൊരു നോബിൾ ഗ്യാസ് ആയിരിക്കും. നോബിൾ ഗ്യാസ് മെറ്റലാണ്. അപ്പോൾ ലീസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? 5 ആയിരിക്കണം. അപ്പോൾ 5 ആയിരിക്കണം വരിക. എന്തായാലും ഇതല്ല ലീസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ നോക്കണം. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ലെഫ്റ്റ് സൈഡിലുള്ള ആൽക്കലി മെറ്റലോ ആൽക്കലൈൻ എർത്ത് മെറ്റലോ ആയിരിക്കണം. ആൽക്കലി മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ അയോണേഷൻ എന്താൽപ്പി ഏറ്റവും കുറവായിരിക്കണം. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് അയോണേഷൻ എന്താൽപ്പി ഉള്ള ആളെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിവിടെ. അപ്പോൾ 2 ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ 2 and 5 എന്നുള്ള കോമ്പിനേഷനാണ് വരേണ്ടത്. ഇത് നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നു കേട്ടോ. ചോദ്യത്തിൻ്റെ വലിപ്പം കണ്ടപ്പോൾ വിട്ടുപോയാണ്. 2 and 5 ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ. ഇത് ഇതായിരുന്നു തോന്നുന്നു. യെസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പോയിസണസ് ഗ്യാസ് ആൻഡ് ഫോസ്ഫറസ് അക്കോർഡിംഗ് ടു ദ ബാലൻസ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ. ഇവിടെ ഫോസ്ഫറസ് ഓക്സിഡേഷൻ 0യിൽ നിന്ന് pH3 ആകുമ്പോൾ ഇവിടെ ഫോസ്ഫറസിന് -3 ഓക്സിഡേഷൻ. ഇതേ ഫോസ്ഫറസിന് +1. അപ്പോൾ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ്. ഇത് ബാലൻസ് ചെയ്യണ സമയം എടുക്കും. അപ്പോൾ ടൈം ടേക്കിംഗ് എന്നുള്ളതിൽ നിന്ന് ഇതിനെ ഞാൻ തൽക്കാലത്തേക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് മാർക്ക് ചെയ്തു. വിൽ കം ബാക്ക് ടു ഇറ്റ് ആഫ്റ്റർ. ഇതൊക്കെ ചെയ്തതാണ്. ഇത് ചെയ്തിട്ടില്ല. ടൈം ടേക്കിംഗ് ചോദ്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തല്ല നേരത്തെ. 2 oxides of certain metal contain 30% and 32% oxygen respectively.
ഫോർമുല ഓഫ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് M2O3, ഫോർമുല ഓഫ് ദ സെക്കൻഡ് വൺ. അപ്പോൾ ആദ്യത്തെ ഓക്സൈഡ് M2O3 ആണ്. M2O3 ആണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എങ്ങനെ വരിക? 3 ഓക്സിജൻ്റെ മാസ് 3×16/3×16 പ്ലസ് 2 × M. ഈ വാല്യൂ ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 30. ഓരോരോ 0 അപ്പുറം ഇപ്പുറം കട്ട് ചെയ്ത് കളഞ്ഞു. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 3×16×10 ഈസ് ഈക്വൽ ടു 3×3×16 പ്ലസ് 2M. ഇങ്ങനെയാണ് വന്നത് അല്ലേ? ഈ 3 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8×10 ഈസ് ഈക്വൽ ടു 3×8 പ്ലസ് M എന്ന് വരും. ഇപ്പോൾ 80 ഈസ് ഈക്വൽ ടു 3×8 24 പ്ലസ് M എന്ന് വരും. എമ്മിൻ്റെ വാല്യൂ 80 - 24. 80-ൽ നിന്ന് 20 പോയാൽ 60, 4 കുറച്ചാൽ 56. സോ മെറ്റലിൻ്റെ മാസ് കിട്ടി 86. നമുക്ക് വേണ്ടത് ഫോർമുല ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട് എന്താണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുലയുടെ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം. മെറ്റൽ, ഓക്സിജൻ. മെറ്റലിൻ്റെ മാസ് അറിയില്ല, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 32%. അപ്പോൾ മെറ്റലിൻ്റെത് 100 - 32. 100-ൽ നിന്ന് 30 പോയാൽ 70, 2 കൂടെ കുറച്ചാൽ 68%. രണ്ടിൻ്റെ ആറ്റമിക് മാസ് നമുക്കറിയാം 56 ആണ്. ഇവിടുത്തെ മാസ്, ഇത് ആറ്റമിക് മാസ് 56, ഓക്സിജൻ്റെ 16. മാസ് ബൈ ആറ്റമിക് മാസ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും 68/56. ഇവിടെ 32/16. 32/16 2ആണ്. 68/56 ഇതിന് മുകളിലും താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 34/28 എന്ന് വരും. 17/14 എന്ന് എഴുതാം. 17/14 നമുക്കൊന്ന് കാൽക്കുലേറ്റ് നോക്കാം. ഒരു 14 പോയാൽ ബാക്കി 3 റിമൈൻഡർ. ഡെസിമൽ പോയിന്റ് ഇട്ട് 30-ൽ എത്ര പോന്നാലും 2 എണ്ണം. അപ്പോൾ 2 × 14 28, പിന്നെ 2 ഡെസിമൽ 0 ഇട്ടു. ഇപ്പോൾ 20/14 20-1. അപ്പോൾ 1.21 എന്നൊക്കെയാണ് വരിക. 1.21 നമുക്ക് തൽക്കാലം 1.2 എന്ന് എഴുതാം അപ്രോക്സ്. അപ്പോൾ മെറ്റൽ ആൻഡ് ഓക്സിജൻ. മെറ്റൽ 1.2, ഓക്സിജൻ 2. ഏറ്റവും ചെറിയ വാല്യൂ വെച്ചിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്യണം. 1.2/1.1, 2/1.2. ഇതിനെ ഞാൻ 20/12 എന്ന് എടുക്കാം. മുകളിലും താഴെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 5/3 വരും. അപ്പം മെറ്റൽ ആൻഡ് ഓക്സിജൻ്റെ റേഷ്യോ 1:5/3 എന്ന് വരും. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 3:5 എന്ന് വരും മെറ്റൽ ആൻഡ് ഓക്സിജൻ. അപ്പോൾ M3O5 എന്ന് വേണം വരാൻ. ആൻസർ ഓപ്ഷൻ 2 വിൽ ബി ദ റൈറ്റ് ആൻസർ. ലെങ്തി ആണ്, പക്ഷേ ടൈം എടുത്താലും ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ചെയ്തു. പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് മെഷർഡ് വിത്തിൻ ആൻ അക്യുറസി ഓഫ് 0.003 നാനോമീറ്റർ. എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0.003 നാനോമീറ്റർ ആണ്. അപ്പോൾ 0.003 നാനോമീറ്റർ 10⁻⁹. നമുക്ക് ഡെൽറ്റ പി വേണം. എച്ചിൻ്റെ വാല്യൂ 6.626 × 10⁻34. ഇത് 4 × 3.14. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ ഡെൽറ്റ പി 6.626 × 10⁻34 ബൈ ഇതിനെ മൊത്തത്തോടെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 0.003നെ 3 × 10⁻³ എന്ന് എഴുതാം. ആ -3 ഈ 10⁻৯ ചേർത്ത് 3 × 10⁻12 എന്ന് എഴുതാം. 4 × 3.14. ഓക്കെ, തൽക്കാലം ഈ 3.14ഉം 6.6ഉം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2 എന്ന് എഴുതാം. ആ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/4ൻ്റെ വാല്യൂ 1/2. സോ ഓവറോൾ 10⁻34 ബൈ 2 × 3 6 10⁻12 എന്ന് വരും. 1/6 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓപ്ഷനിലേക്ക് നോക്കി. 1/6ൻ്റെ വാല്യൂ എത്രയാണ്? 1/6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.1666 എന്നൊക്കെ വരിക. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഡിജിറ്റ് 1 എന്ന് പറയണം. 1.6 എന്നൊക്കെ തരത്തിലുള്ള ഒരു വാല്യൂ ആയിരിക്കും വരേണ്ടത്. 10ൻ്റെ പവർ എന്തായാലും. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വാല്യൂ. അപ്പോൾ 1.6 ഇല്ല, 1.7 ഉണ്ട്, 9.54 ആവില്ല, 4.22 ആവില്ല, ഇതൊന്നും വരില്ല. ഓക്കെ, സോ നമുക്ക് പോസിബിളി വരാൻ ചാൻസ് ഉള്ള ഒരേ ഒരു ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും? ദ ഓൺലി പോസിബിൾ ആൻസർ ഓപ്ഷൻ വിൽ ബി 1. ഡെസിമൽ പോയിന്റ് വാല്യൂ നോക്കുമ്പോൾ 1.something എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. അടുത്ത ടൈം ടേക്കിംഗ് ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. സോ നെക്സ്റ്റ് വൺ എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ, എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ ടൈം ടേക്കിംഗ് ആയിട്ട് വെച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് വേണ്ടത്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായി. ഡെൽറ്റ TF = I × KF × മൊളാലിറ്റി. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സൊല്യൂട്ട് പറയുന്നുണ്ടോ അവിടെ I വാല്യൂ കൺസിഡർ ചെയ്യണം. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ I വാല്യൂ 1 ആണ്.
സോ ഡെൽറ്റ ഡി എഫിൻ്റെ വാല്യൂ നോക്കിയേ, നോർമൽ വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റ് 0 ആണ്. ഇപ്പോൾ അത് -6 കാര്യമാണ് പറയുന്നത്, -6. അപ്പോൾ ഡെൽറ്റ ഡി എഫിൻ്റെ വാല്യൂ എത്ര? 6. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് 6 ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ KF ഇൻറ്റു മൊളാലിറ്റീനെ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഗ്രാം ഓഫ് സോൾവെൻറ്റ്, ഇങ്ങനെ എഴുതാം. സോ ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ 6 ആണ്, KFിൻ്റെ വാല്യൂ 1.86, മാസ് അറിയില്ല, മോളാർ മാസ് 62 തന്നിട്ടുണ്ട്, ഇൻറ്റു 1000 ഗ്രാം ഓഫ് സോൾവെൻറ്റ് 4 കിലോഗ്രാം, അപ്പോൾ 4000 ഗ്രാം. ഇതൊക്കെ കട്ട് ചെയ്തോളെ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ M = 6 ഇൻറ്റു 62 ഇൻറ്റു 4/1.86 എന്ന് വരും. ഇതാണ് വരിക അല്ലേ? സോ നമുക്ക് ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 4 24 അല്ലേ? സോ 24 ഇൻറ്റു 62/1.86 എന്ന് വരും. ഓക്കെ, 24 ഇൻറ്റു 62 അത് എത്രയായിരിക്കും വരിക? 24 ഇൻറ്റു 62, 24 8 4 24 2 12 14 1488 ഡിവൈഡഡ് ബൈ 1.86 എന്നാണ് വരിക. അപ്പോൾ ഈ വാല്യൂ ഇത് 1488/1.86, ഇത് 2 ആണെങ്കിൽ പോലും ഇത് 700 സംതിങ് എന്ന് വരണം. ഇത് 1.86 ആണെങ്കിൽ 700-നേക്കാൾ വലിയ നോക്കുക. ഈ വാല്യൂ 1.86 വരെ 2 ആയിരുന്നു എന്നിരിക്കട്ടെ. 2 ആയിരുന്നെങ്കിൽ 1488/2 744 ആൻസർ വന്നേനെ. പക്ഷേ 1.86 ആകുമ്പോൾ 744-നേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു വാല്യൂ ഉള്ളത് 800. ഓപ്ഷൻ നോക്കിക്കോ, കാരണം എന്തായാലും ഇത് ദിസ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 700 എന്ന് മനസ്സിലായി. ഗ്രേറ്റർ ദാൻ 700 ആണ് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത്, ഓപ്ഷൻ 1 ആണ്. മാർക്ക് ചെയ്ത് കഴിഞ്ഞ്. അടുത്ത ചോദ്യം. ഇനി ഏത് ചോദ്യം ചെയ്യാൻ പറ്റിയത്? ടൈം ടേക്കിംഗ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിയാലോ. A current of 2 ampere was passed for 1 hour through a solution of copper sulfate. 0.237 gram of copper 2+ ion was discharged at cathode. Current efficiency എത്രയാണെന്നാണ് ചോദ്യം. കറണ്ട് എഫിഷ്യൻസി അപ്പോൾ നമുക്കറിയാം, മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു Z ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. ഓക്കെ, Z നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? മോളാർ മാസ് ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു N ഫാക്ടർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്. Cu2+ അയോൺ ഡിസ്ചാർജ് ആയി എന്ന് പറയുന്നത് ക്യാഥോഡിൽ. അപ്പോൾ Cu2+ അയോൺ Cu ആയി മാറി. നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. കോപ്പറിൻ്റെ ആറ്റോമിക് വെയിറ്റ് 63.5 ആണ്. ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു N. N എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോണാണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ അറിയാം, കറണ്ട് അറിയാം, ടൈം 1 hour ആണ്. 1 hour എന്ന് പറഞ്ഞാൽ 1 × 60 × 60 seconds, എല്ലാം SI യൂണിറ്റിൽ വേണം. കറണ്ട് എഫിഷ്യൻസിയാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എത്ര വെയിറ്റ് കിട്ടും നോക്കാം. W = Z എന്ന് പറയുന്നത് 63.5 ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു 2. കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ 2 ആമ്പിയർ ആണ്. ടൈം 3600 സെക്കൻഡ്. 2 0 ഇവിടെ കട്ട് ചെയ്യാം, ഈ 2 കട്ട് ചെയ്ത് കളയാം. 63.5 ഇൻറ്റു 36/965 എന്ന് വരും. ഓക്കെ, 63.5 ഇൻറ്റു 36 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. 63.5 600 ഇവിടെ 60 ഇവിടെ 30 ആലോചിക്കും. 60 and 30 അപ്പം 60 × 30 എന്ന് പറഞ്ഞാൽ 1800. 1800/965 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി വാല്യൂ 2 എന്നൊക്കെ വരും. സോ ദിസ് വാല്യൂ എക്സാക്ട്ലി എനിക്കറിയില്ല, പക്ഷേ ഇത് 2 point സംതിങ് എന്നൊക്കെ ആയിരിക്കും വരാൻ ചാൻസ്. എക്സാക്ട്ലി എനിക്കറിയില്ല, പക്ഷേ 2 point സംതിങ്. അത് എന്തുകൊണ്ട് മുഴുവനായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽക്കുലേറ്റ് ചെയ്യണോ വേണ്ടോ നമുക്ക് നോക്കാം. നൗ ഇത് 2 point സംതിങ്. എനിക്ക് എത്ര കിട്ടിയത്? 0.237 ആണ് എനിക്ക് കിട്ടിയത്. എത്ര? ശരിക്കും 0.237 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 2 കിട്ടുന്നത് 0.2 സംതിങ്. എത്രയെന്ന് എനിക്കറിയില്ല, 0.2 സംതിങ് ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ ഇത് വാല്യൂ എത്രയേ വരുള്ളൂ? 10%. 10-നോട് അടുത്തൊരു വാല്യൂ 10% എന്നൊക്കെ കിട്ടുള്ളൂ. 10%-ൻ്റെ അടുത്ത് ഒരേ ഒരു വാല്യൂ ഉള്ളത് ഓപ്ഷൻ 3 ആണ്. ബാക്കി 26, 40, 42. ഇവിടെ വാല്യൂസ് കുറച്ചുകൂടെ അടുത്തായിരുന്നു ചോദിക്കുക. 10, 12 എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിവിടെ എക്സാക്ട് കാൽക്കുലേഷൻ നടത്തേണ്ടി വന്നേനെ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. വേറെ ചോദ്യങ്ങൾ ഇത് നോക്കാം. ഓക്കെ, MnO4- oxidizes oxalate ion in acidic medium and HCl.
ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്സലേറ്റ് അയോൺ അസിഡിക് മീഡിയത്തിൽ ഓക്സിഡൈസ് ചെയ്തു, HCl ഓക്സിഡൈസ്. ഇപ്പോൾ 2 റിയാക്ഷൻ ഉണ്ട് കേട്ടോ. MnO4 മൈനസ് പ്ലസ് ഓക്സലേറ്റ് C2O4 2 മൈനസ് ബിക്കമിങ് Mn2 പ്ലസ് അസിഡിക് മീഡിയ അല്ലേ, ആൻഡ് ദിസ് വിൽ ബി CO2. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ +7 നിന്ന് +2ലേക്ക് ചേഞ്ച് 5. കാർബണിൻ്റെ ഓക്സിഡേഷൻ +3 നിന്ന് +4ലേക്ക് ചേഞ്ച് 1. പക്ഷേ 2 കാർബൺ ഉള്ളതുകൊണ്ട് ചേഞ്ച് 2. ഈക്വൽ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 5 ഉള്ളതിനെ 2 കൊണ്ടും 2 ഉള്ളതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എനിക്ക് അപ്പോൾ എന്ത് കിട്ടും? 2MnO4 മൈനസ് പ്ലസ് 5C2O4 2 മൈനസ് ഗീവ്സ് 2Mn2 പ്ലസ് 5CO2 എന്ന് വരും. എനിക്ക് വേണ്ടത് MnO4 മൈനസിൻ്റെയും C2O4 2 മൈനസിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ അത് 2:5 എന്നുള്ള റേഷ്യോ അല്ലേ, അതവിടെ എനിക്ക് കിട്ടി. ഞാനവിടെ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2:5. അപ്പോൾ ഈ 2 ഓപ്ഷൻ ഒഴിവാക്കാം. 2:5 ആണ് വരിക. അടുത്തത് ഇതേ MnO4 മൈനസ് ആരെ ഓക്സിഡൈസ് ചെയ്യുന്നു? HCl. Cl മൈനസിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താക്കും? Cl2 ആക്കും. ഇവിടെ 2 ക്ലോറിൻ എഴുതണം. അസിഡിക് മീഡിയ ആയതുകൊണ്ട് HCl അസിഡിക് മീഡിയ ആണല്ലോ, അപ്പോൾ Mn2 പ്ലസ്. ഇതേപോലെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ ഇവിടെ നമ്മളിപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ 5 ആണ്, ഇവിടെ 2. -1 നിന്ന് 0ലേക്ക് 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് 2. ഈക്വൽ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 5 ഉള്ളതിനെ 2 കൊണ്ടും 2 ഉള്ളതിനെ 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെയല്ലേ വരിക അല്ലേ? ഇതേപോലെ തന്നെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കിയാലോ. നമുക്ക് വേണ്ടത് ആര് നമ്മളെ റേഷ്യോ ആണ്? MnO4 മൈനസ് HCl നമ്മളെ റേഷ്യോ ആണ്. അപ്പോൾ MnO4 മൈനസിൻ്റെ കൂടെ 2 MnO4 മൈനസ് എന്ന് വരും. ഇത് ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, ഇൻറ്റു 5 ചെയ്യുമ്പോൾ 10 Cl മൈനസ് എന്ന് വരും. ഈസ് ഗിവിങ് Cl2 5 ഇൻറ്റു 2Mn2 പ്ലസ്. ഇങ്ങനെയാണ് വരിക. ഇവിടെ MnO4 മൈനസും HCl നമ്മളെ റേഷ്യോ ആണ്. അപ്പോൾ 2:10. 2:10 എന്ന് പറഞ്ഞാൽ 1:5 എന്നുള്ള റേഷ്യോ ആണ് ഇവിടെ വരിക. അപ്പോൾ 2:5 1:5. ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ടൈം ടേക്കിംഗ് ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇനി ഏതാ ഉള്ളത് നോക്കട്ടെ. ഇത് ടൈം ടേക്കിംഗ് ക്വസ്റ്റൻ ആണല്ലേ. ഓക്കെ, കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നോക്കുമ്പോൾ +3 എന്നാണ് വരിക. കൊബാൾട്ടിൻ്റെ ആറ്റമിക് നമ്പർ 27, കോൺഫിഗറേഷൻ 3d7 4s2. കൊബാൾട്ട് 3+ ആകുമ്പോൾ കോൺഫിഗറേഷൻ 3d6 എന്ന് വരും. കൊബാൾട്ട് 3+ൻ്റെ കൂടെ C2O4 2 മൈനസ് സ്ട്രോങ് ലിഗാൻഡ്. അപ്പോൾ 3d6 സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ എങ്ങനെയായിരിക്കും വരിക? 3d6 അതായത് ഇതാണ് ഒറിജിനൽ കോൺഫിഗറേഷൻ. 3 ഇലക്ട്രോൺ പോയാൽ 3d6. സ്ട്രോങ് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഇങ്ങനെയായിരിക്കും കോൺഫിഗറേഷൻ വരിക. അപ്പോൾ പിന്നെ നടക്കുന്ന ഹൈബ്രിഡേഷൻ D2sp3 ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ +3 ആണ് ട്രൂ. ഹൈബ്രിഡേഷൻ D2sp3 ആണ് ട്രൂ. മാഗ്നറ്റിക് മൊമെൻറ്റ് 1.73 ഫോൾസ്, കാരണം അൺപെയർഡ് ഇലക്ട്രോൺ 0 ആണ്. ഇത് AA ത്രൈസ് ഇങ്ങനൊരു സാധനം അല്ലേ? നോക്കിയേ, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്. യെസ്, ദിസ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. 5 മെമ്പേർഡ് റിംഗ്. ഇപ്പോൾ ഓക്സലേറ്റുമായിട്ടുള്ള നമുക്ക് ആ കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കൊബാൾട്ട് 3+ ഇവിടെയുണ്ട്. ഓക്സലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ 5 മെമ്പേർഡ് റിംഗ് ആണോ ഉണ്ടോയെന്ന് നോക്കിയേ. യെസ്, 1 2 3 4 5 5 മെമ്പർ റിംഗ്. അങ്ങനത്തെ 3 ഓക്സലേറ്റ് ഉണ്ട്. സോ കോംപ്ലക്സ് കണ്ടെയ്ൻ 3 5 മെമ്പേർഡ് റിംഗ് എന്ന് പറഞ്ഞാൽ അതും ട്രൂ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്തായാലും തെറ്റാന്ന് മനസ്സിലായി. സി തെറ്റാണെങ്കിൽ സി ഉള്ള ഓപ്ഷൻ ഒക്കെ ഒഴിവാക്കാം. സി തെറ്റ്, സി അല്ലേ? കറക്റ്റ് ഇൻഫർമേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ സി ഉള്ളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു. പിന്നെ കോംപ്ലക്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും വരിക. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് വിട്ടുപോയതുണ്ടോ നോക്കട്ടെ. യെസ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. 85ാമത്തെ ചോദ്യം. പൂജ ഹാസ് ടേക്കൺ എ വെസൽ ഫോർ ദ റിയാക്ഷൻ ടു ഫോം SO3 സ്റ്റാർട്ടിംഗ് വിത്ത് 1 mole ഓഫ് O2 ആൻഡ് 2 mole ഓഫ് SO2. അപ്പോൾ SO2 + O2 ഗിവിങ് SO3 എന്നുള്ളതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ ഇനിഷ്യലി T=0 2 mole SO2 1 mole O2 എടുത്തു എന്ന് പറയുന്നുണ്ട്. ദ ഇക്വിലിബ്രിയം ഫോർ ദ ഫോർമേഷൻ ഓഫ് SO3 വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. V ആണ് വോളിയം ഓഫ് ദ വെസൽ. 2x is a number of moles of SO3 present. Then equilibrium constant Kc will be. ഇക്വിലിബ്രിയത്തിൽ 2x ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഉണ്ടാവണമെങ്കിൽ ഇവിടെ 1ഉം 2ഉം കൺസ്യൂം ആവണം. അപ്പോൾ ഇവിടെ 2x ഉണ്ടാവണമെങ്കിൽ ഇവിടെ x കൺസ്യൂം ആയിട്ടുണ്ടാവും, ബാക്കി 1 - x ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ 2x ഉണ്ടാവണമെങ്കിൽ ഇവിടെ 2x റിയാക്ട് ചെയ്തിട്ടുണ്ടാവണം, ബാക്കി 2 - 2x ആയിരിക്കും ഇവിടെ ബാക്കി ഉണ്ടാവുക. നമ്പർ ഓഫ് മോൾസ് ആയി. കോൺസെൻട്രേഷനിലേക്ക് ആക്കാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലാവരെയും. ഇനി Kcയുടെ ഇക്വേഷൻ എന്താ വരിക? Kc കോൺസെൻട്രേഷൻ ഓഫ് SO3. കോൺസെൻട്രേഷൻ ഓഫ് SO3 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x/V പവർ 2 /
2 minus 2x by v power 2 into 1 minus x by v. ഈ അടിയിലുള്ള വി സ്ക്വയർ ടേമുകൾ, ഇത് വി സ്ക്വയർ ആണ്, ഇത് വി സ്ക്വയർ അല്ല. അപ്പോൾ രണ്ട് വി സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി ഉണ്ടാവുക 2x സ്ക്വയർ, ദാറ്റ് ഈസ് 4x സ്ക്വയർ. 4x സ്ക്വയർ. ഈ അടിയിലുള്ള വി മുകളിലേക്ക് പോകും, സോ ഇൻറ്റു വി എന്ന് വരും, ബൈ 2 മൈനസ് 2x ഹോൾ സ്ക്വയർ. 2 മൈനസ് 2xനെ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, ഇൻറ്റു 1 മൈനസ് എക്സ്. അപ്പോൾ ഈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. അപ്പോൾ ഈ 2 സ്ക്വയറും ഈ 4ഉം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ വി എക്സ് സ്ക്വയർ ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ്. അപ്പോൾ എന്താ വരിക? 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് 1 മൈനസ് എക്സ് ക്യൂബ് എന്നല്ലേ വരേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഹാസ് ടു ബി ഓപ്ഷൻ 1. പിന്നെ എടുത്തെഴുതി സമയം കളയണ്ട. യെസ്. അപ്പോൾ എല്ലാ ടൈം ടേക്കിംഗ് ചോദ്യങ്ങളും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ 95% ചോദ്യങ്ങൾ ഏറെക്കുറെ തീർന്നു. ഇനി ലാസ്റ്റ്, അത് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അറ്റൻഡ് ചെയ്ത ശേഷം മാത്രം ടൈം ടേക്കിംഗ് ആയിട്ടുള്ള വേറെ ചോദ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 ചോദ്യങ്ങളൊക്കെ അങ്ങനെ വന്നെന്നിരിക്കാം. പക്ഷേ ഏറ്റവും അവസാനം അത് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റുകളിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളും ടൈം ടേക്കിംഗ് ചോദ്യങ്ങളും എന്തായാലും ചെയ്യണം. കാരണം അത് സ്കോറിംഗ് ആയിട്ടുള്ള, എന്തായാലും സ്കോർ കിട്ടുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് സോൾവ് ചെയ്ത ശേഷം മാത്രം അവസാനം തിരിച്ചു വന്നിട്ട് ഇനി ബാക്കിയുള്ള ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ബാക്കിയുള്ളത് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്ത കേസ് അതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഫോസ്ഫറസ് ആൽക്കലൈൻ മീഡിയം ഇപ്പോൾ നമുക്ക് പിന്നെ എഴുതാം. ഫോസ്ഫറസ് എന്തായി മാറി? ഫോസ്ഫറസ് ഈസ് കൺവേർട്ടഡ് ടു PH3 ആൻഡ് അറ്റ് ദ സെയിം ടൈം H2PO2 മൈനസ്. ഇങ്ങനെയാണ് നമ്മുടെ ഫോസ്ഫറസ് കൺവേർട്ട് ആയത്. അപ്പോൾ ഞാനിവിടെ 2 ഫോസ്ഫറസ് എഴുതാം. കാരണം റിയാക്ഷൻ സൈഡിൽ ഒരാൾക്ക് ഓക്സിഡേഷൻ ഒരാൾക്ക് റിഡക്ഷൻ എന്നുള്ള രീതിയിൽ എഴുതാം. 0 ഓക്സിഡേഷനിൽ നിന്ന് ഫോസ്ഫറസ് മാറിയത് -3ലേക്കും H2PO2 മൈനസിൽ ഫോസ്ഫറസിന് +1. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ 3, ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ 1. ഈക്വൽ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? 1 ഉള്ളതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ, രണ്ടിടത്തും 3 ആയിരിക്കും ചേഞ്ച് വരിക. സോ ഇവിടെ 3 ഇൻറ്റു പി പ്ലസ് പി. അപ്പോൾ ഓവറോൾ 4p ഗീവ്സ് PH3 പ്ലസ് 3H2PO2 മൈനസ് എന്ന് വരും. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഓക്സിജൻ ബാലൻസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 3 ഇൻറ്റു 2 6 ഓക്സിജൻ ഉണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? 6 OH മൈനസിന് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം. 6 OH മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്തു. അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യണം. ഇവിടെ നമുക്ക് 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ 3 ഇൻറ്റു 2 6 9 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ 6, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 ഹൈഡ്രജൻ, റൈറ്റ് ഹാൻഡ് സൈഡിൽ 9 ഹൈഡ്രജൻ. ആ 9 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ 3 OH മൈനസിനെ കൂടി ഇട്ട് കൊടുത്തു. അതിനെ ബാലൻസ് ചെയ്യാൻ ഇടതുവശത്ത് ഞാൻ എന്ത് ചെയ്തു? 3 H2O ഇട്ടു. 6 OH മൈനസ് 3 OH മൈനസ്, ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? 3 OH മൈനസ് എഴുതാം. സോ ഓവറോൾ വരിക 4p പ്ലസ് 3H2O പ്ലസ് 3 OH മൈനസ് ഗീവ്സ് PH3 പ്ലസ് 3H2PO2 മൈനസ് എന്ന് വരും. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കേസ് അല്ലായിരുന്നു അല്ലേ. ഓവറോൾ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 3 മൈനസ് ചാർജ്, 3 മൈനസ് ചാർജ്. ആറ്റങ്ങൾ 4 ഫോസ്ഫറസ്, 4 ഫോസ്ഫറസ്, എല്ലാം ബാലൻസ്ഡ് ആണ് ആക്ച്വലി. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പോയിസണസ് ഗ്യാസ് ആൻഡ് ഫോസ്ഫറസ് അക്കോർഡിംഗ് ടു ദ ബാലൻസ്ഡ് ഇക്വേഷൻ. പോയിസണസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ PH3 ആണ്. PH3യുടെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടിയ എത്രയാണ്? 1 ആണ്. ആൻഡ് ഫോസ്ഫറസ് 4. അപ്പോൾ 1ഉം 4ഉം ആ ഓർഡറിൽ തന്നെ നോക്കണം, റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്നത്. അപ്പോൾ പോയിസണസ് ഗ്യാസ് 1, മറ്റേത് 4. സോ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും ഇവിടെ വരിക. ദ റൈറ്റ് ആൻസർ വിൽ ബി 1. ഇനി ഏതെങ്കിലും ചോദ്യം മിസ്സായി പോയിട്ടുണ്ടോ നമുക്കൊന്ന് ഡബിൾ വെരിഫൈ ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഹാവ് മിസ്ഡ്? അവിടെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ വിട്ടുപോണ്ട്. ഈ ചോദ്യം 73ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് അതും കൂടെ ചെയ്തേക്കാം. നോക്കിയേ, അലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി ആൻഡ് സെക്കൻഡറി അമൈൻ റിയാക്ട് വിത്ത് ആസിഡ് ക്ലോറൈഡ് അൺഹൈഡ്രേറ്റഡ് ആൻഡ് എസ്റ്റേഴ്സ് ബൈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് അമൈൻ, ഒരു പ്രൈമറി അമൈൻ എടുക്കാം. ലെറ്റ്സ് ടേക്ക് CH3NH2. ഇതിനൊരു അസൈൽ ഹലൈഡായിട്ട് റിയാക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ CH3COCl. അപ്പോൾ എന്താ പറ്റുക? അമൈഡ് ഫോം ചെയ്യും അല്ലേ. CH3NH C ഡബിൾ ബോണ്ടോ CH3, അമൈഡാണ് ഉണ്ടാവുക. അമൈഡ്. യെസ്, ഇത് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ആണ്. ദിസ് ഇസ് ട്രൂ.
NH2-ലെ എന്തൊരു റിയാക്ഷൻ, ഹൈഡ്രജൻ ആറ്റം ഓഫ് NH2, ഹൈഡ്രജൻ ആറ്റം ഓഫ് NH2 ഓർ NH ഈസ് റീപ്ലേസ്ഡ് ബൈ അസൈൽ. ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി അവിടെ അസൈൽ ഗ്രൂപ്പ് വന്നു. യെസ്, ശരിയാണ്. പ്രൊഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് അമൈഡ്, ശരിയാണ്. റിയാക്ഷൻ ഒക്കർ ഇൻ ദ പ്രൊസസ് ഓഫ് ബേസ് സ്ട്രോങ്ങർ ദാൻ അമൈൻ. ഇവിടുത്തെ ബൈ പ്രൊഡക്റ്റ്, ഇവിടുത്തെ എച്ചും സിയിലും പോയി കഴിയുമ്പോൾ HCl അല്ലേ ഉണ്ടാവുക ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. ഈ HCl-നെ റിമൂവ് ചെയ്യാൻ നമ്മൾ പിരിഡിൻ മീഡിയത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക, അല്ല പിരിഡിൻ മീഡിയം. പിരിഡിൻ ഇസ് എ ബേസ് സ്ട്രോങ്ങർ ദാൻ അമൈൻ. അപ്പോൾ എന്ത് പറ്റും, ഈ പിരിഡിൻ HCl-നെ ന്യൂട്രലൈസ് ചെയ്യും. ബൈ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റിയാക്ഷൻ കൂടുതലായി ഫോർവേഡ് ഡയറക്ഷൻ നടക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ABCD ആർ ട്രൂ. സോ ഇവിടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. 4 ഇസ് ഓൺലി പോസിബിൾ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നില്ല. എങ്ങനെ ചോദ്യങ്ങൾ സ്മാർട്ടായിട്ട് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് എടുക്കണം, ഏത് രീതിയിലാണ് ഓരോ ചോദ്യവും കാണുമ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത്, ഏത് രീതിയിൽ ഓരോ ചോദ്യത്തെയും നോക്കിക്കാണണം, എങ്ങനെ ടെൻഷൻ ഫ്രീ ആയി ഒരു ചോദ്യത്തിലും സ്റ്റക്ക് ആവാതെ എഫിഷ്യൻ്റായി ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഈ ഒരു ഡിസ്കഷൻ. ഇതൊരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ അല്ല, പകരം ചോദ്യ പേപ്പർ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഇപ്പോൾ ചില ചാപ്റ്ററിൽ നിന്നൊക്കെ റിഡോക്സ് എന്നൊക്കെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല. ഓക്കെ, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇത് ഒരു പരിധി വരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ ഇതിനെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള പാറ്റേണിൽ എടുക്കരുത്. പകരം എങ്ങനെ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യണം, നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, ഇത് മനസ്സിലാക്കി തരാനുള്ള ഒരു ഡെമോ സെഷനാണിത്. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. ബൈ.